നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർക്കഥയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പ്രധാന സെന്ററായ പന്നിത്തടത്ത് സിഗ്നൽ നിർമ്മാണം ആരംഭിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി സിഗ്നലുകളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കരാർ കമ്പനിയായ കെൽട്രോണിനോട് സ്ഥലം സന്ദർശിച്ച MLA AC മൊയ്തീൻ നിർദ്ദേശിച്ചു. പൂർണ്ണമായും സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സിഗ്നലുകളുടെ നിർമ്മാണവും മെയിന്റനൻസ് വർക്കും കെൽട്രോണിന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 19,40,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പദ്ധതിയിൽ അക്കിക്കാവ് സെന്ററിലെ സിഗ്നൽ ലൈറ്റുകളും പ്രവർത്തനക്ഷമമാക്കും. 46 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച ബൈപ്പാസ് ഹൈവേയിലെ പന്നിത്തടം സെന്ററിൽ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാത കടന്നുപോകുന്നതിനാൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് സിഗ്നലുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും ഒരു പരിധിവരെ അപകടങ്ങൾ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് MLA പറഞ്ഞു. കെൽട്രോണിൻ്റെ നേതൃത്വത്തിലുള്ള ആ വർക്ക് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സുഗമമായ ഗതാഗതത്തിനുള്ള സിഗ്നൽ സംവിധാനം ഇവിടെ ഉണ്ടാവും. അത് ഈ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിതമായ യാത്രയ്ക്കും വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്കുള്ള സിഗ്നൽ സംവിധാനവും ഇതിലുണ്ടാവും. അപ്പോൾ ഒരു ആധുനികമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി വരുന്ന ഒന്നാണിത്. അതിൻ്റെ പണി വളരെ പെട്ടെന്ന് തന്നെ തീർന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് വീണ്ടും പൈപ്പ് പൊട്ടി. പടിഞ്ഞാറെ അങ്ങാടിയിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് വീണ്ടും പൈപ്പ് പൊട്ടി റോഡ് തകർന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിരുന്നു. അറ്റകുറ്റപ്പണി നടത്തി. റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചത് 3 ദിവസം മുന്നെയാണ്. പൊട്ടിയ പൈപ്പ് മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നതോടെ വീണ്ടും ഗതാഗത തടസ്സമുണ്ടാകും. നിലവിൽ പഴഞ്ഞി അക്കിക്കാവ് റോഡിന് സമീപം പൈപ്പ് മാറ്റി സ്ഥാപിക്കലും റോഡ് നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നതിനാൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കേരളോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിനായി കടവല്ലൂർ പഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു. വെള്ളിയാഴ്ച മുതൽ ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം തിങ്കളാഴ്ചയായിരിക്കും. ബുധനാഴ്ച മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. കേരളോത്സവത്തിൽ വിവിധയിടങ്ങളിലായി കലാകായിക മത്സരങ്ങൾ നടക്കും. ഇതിന്റെ വിപുലമായ നടത്തിപ്പിനായി പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ചെയർമാനും സെക്രട്ടറി KR രേഖ കൺവീനറുമായി സംഘാടക സമിതി കമ്മിറ്റി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, വിവിധ വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. UAE സർക്കാർ ഏർപ്പെടുത്തിയ ഗോൾഡൻ വിസയ്ക്ക് പുന്നയൂർക്കുളം സ്വദേശിനിയായ വിദ്യാർത്ഥി അർഹയായി. പുന്നയൂർക്കുളം തൃപ്പറ്റ് വാക്കയിൽ ഉമ്മർ ഷാഹിനി ദമ്പതികളുടെ മകൾ മിൻഹ ഉമ്മറിനാണ് അംഗീകാരം ലഭിച്ചത്. ദുബായിൽ ഗൾഫ് മോഡൽ സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ 97% മാർക്ക് നേടി വിജയിച്ചതിനാണ് UAE സർക്കാർ ഗോൾഡൻ വിസ നൽകി മിൻഹയെ ആദരിച്ചത്. 10 വർഷക്കാലം ദുബായിൽ താമസിച്ച് പഠനം തുടരുവാനും ജോലി ചെയ്യുന്നതിനും കൂടി ഉപകാരപ്രദമായ റെസിഡൻസ് വിസയാണ് ലഭിച്ചിരിക്കുന്നത്. ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റിയിൽ ACCA കോഴ്സ് പൂർത്തീകരിച്ചു. UAEയിൽ തന്നെ ജോലി തുടരാനാണ് ആഗ്രഹമെന്ന് മിൻഹ പറഞ്ഞു. ചർമ്മം കുന്നംകുളം കാണിപ്പയ്യൂർ പരേതനായ ചെറുവത്തൂർ ചേറപ്പൻ മകൻ ജോണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. LC ഭാര്യയും ജൂലി മകളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.